മൊബൈൽ ഫോണിൽ പബ്ജി കളിച്ച് 3 കുട്ടികളെ ട്രെയിൻ ഇടിച്ചു മരിച്ചു. നമുക്കറിയാം, കുട്ടികളൊക്കെ പബ്ജി കളിയിലെ തൽപരരാണ്. പല കുട്ടികളും വലിയ ആൾക്കാരും ഈ കളി കളിച്ചുകൊണ്ടിരിക്കും. ഈ 3 കുട്ടികൾ മുസാഫിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അവര് ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നർക്കട്ടിയാഗഞ്ച് മുസാഫുർ റെയിൽവേ ട്രാക്കിൽ അവര് പാളത്തിലിരുന്ന് ഈ 3 കുട്ടികൾ പബ്ജി കളിച്ചു. പബ്ജി കളിക്കുമ്പോൾ അവർ ഇയർഫോണ് ഉപയോഗിക്കും. പരിസരം ഒന്നും അറിയില്ല. ഇയർഫോൺ വെച്ചിട്ട് മൊബൈലിൽ നോക്കിയിരിക്കും. പരിസരം എല്ലാവരും മറക്കും. ആ കളിയിൽ ഗെയിം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നർക്കാട്ടിയാഗഞ്ച് മുസാഫർ ഈ ട്രാക്കിനടുത്താണ് അവരുടെ വീട്. മൻസ ടോളയിലെ റോയൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവർ 3 പേരും വീട്ടുകാരിൽ നിന്ന് മാറി ഈ റെയിൽവേ ട്രാക്കിൻ്റെ ആ പാളത്തിൽ വന്നിരുന്നു. ട്രെയിൻ വളരെ ചുരുക്കമായിട്ട് പോകുന്ന റൂട്ടാണത്. അവിടെ ഇരുന്ന് ഇയർഫോൺ വെച്ച് പബ്ജി കളിച്ചു. ട്രെയിൻ വന്നത് അവരറിഞ്ഞില്ല. 3 പേരെയും ട്രെയിൻ ഇടിച്ചു. ആ സ്പോട്ടിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു. സദർ സബ് ഡിവിഷനിലെ പോലീസ് ഓഫീസർ വിവേക് ദീപും റെയിൽവേ പോലീസും അതുപോലെ തന്നെ മുസാഫിർ പോലീസ് സ്റ്റേഷൻ അവരും എല്ലാം ഓടിയെത്തി. കുട്ടികൾ ട്രെയിൻ വന്നത് കണ്ടേയില്ല, അറിഞ്ഞില്ല. നമുക്കാണെങ്കിലും അത് പറ്റും. ഇത് ഓൺലൈൻ ഗെയിമാണ്. ആ ഗെയിം പണം നഷ്ടപ്പെടും. പണം വെച്ച് രഹസ്യമായിട്ട് കളിക്കുന്നവരാണ്. മറ്റൊരു കാര്യത്തിലും ശ്രദ്ധയുണ്ടാകത്തില്ല. ആ കളിയിൽ ഒരാളെ കൊല്ലുന്നവർ വിജയിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കളിയിലാണ് ഈ പബ്ജി കുട്ടികൾ ഒരുതപ്പെട്ട ആൾക്കാരെല്ലാം ആകർഷകരായിരിക്കുന്നത്. ഇതിനുണ്ടായ ധാരാളം അപകടങ്ങൾ ഇന്ത്യയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പബ്ജി ഗ്ലോബൽ വെർഷൻ ഇന്ത്യയിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വെർഷൻ ഇപ്പം സജീവമായി രംഗത്തുണ്ട്. BGMI ആണെന്നാണ് ഈ പബ്ജിക്ക് പകരം PUBG പബ്ജി, അതിന് പകരം BGMI, അത് ഇന്ത്യൻ വെർഷനാണ്. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്നാണ് അത് പറയുന്നത്. അവിടെ അക്കൗണ്ട് തുടക്കണം. അതിന് നമുക്ക് തീർച്ചയായിട്ടും അക്കൗണ്ട് തുടങ്ങാൻ അല്പം പണച്ചെലവുണ്ട്. ഓൺലൈൻ ഗെയിമാണ്. നെറ്റ് വേണം, എങ്കിലേ നമ്മൾ ഗെയിം കളിക്കാൻ ഒക്കുള്ളൂ. ആ ഗെയിമിലെ ചില അക്കൗണ്ട് തുടങ്ങാം. നമുക്ക് പണം മുടക്കി അക്കൗണ്ട് തുടങ്ങാം. ചുമ്മാ വെറുതെ കളികൾ കണ്ടുകൊണ്ടിരിക്കാം. അതിനും സാധിക്കും നമുക്ക്. പക്ഷേ 300 രൂപ 600 രൂപയുടെയൊക്കെ റേഞ്ചിൽ, അതിന് മുകളിലോട്ട് 7000 രൂപ വരെയുള്ള റേഞ്ചുണ്ട്. അതിലേക്ക് പണം മുടക്കി നമ്മൾ എക്യുപ്മെൻറ്റ് സാധനങ്ങൾ വാങ്ങി ഇതിനകത്ത് തുടങ്ങുകയാണ്, ഗെയിം തുടങ്ങുകയാണ്. ഗെയിമിൽ നിന്ന് പല രീതിയിലുള്ള അഭ്യാസ മുറകളൊക്കെ നമുക്ക് കാണിക്കാം ഈ മൊബൈൽ ഫോണിൽ. അങ്ങനെ എതിർകക്ഷിയെ കൊന്നു കഴിയുമ്പം ആ പൈസ നമുക്ക് കിട്ടും. അതാണ് പബ്ജി കളിയുടെ ത്രില്ല്. പല കുട്ടികളും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവരും വലിയ ആൾക്കാരും ജോലിയില്ലാതെ ചുമ്മാ കുത്തിയിരിക്കുന്നവരെല്ലാം പബ്ജി കളിയിൽ വ്യാപൃതരായിരിക്കുന്ന കാണാം. പഞ്ചാബിലെ പബ്ജി കളിയിലെ ഒരു പേരൻസ്, ഒരു കൊച്ചുമകൻ 16 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പബ്ജി കളിയിൽ നഷ്ടപ്പെട്ടതായിട്ട് ഈ അടുത്ത ദിവസം വാർത്ത വന്നു. ആ കുട്ടി മുറിയിൽ കയറിയിരുന്ന് എപ്പോഴും പഠിക്കുകയാണ്, വെളിയിലിറങ്ങുന്നില്ല. നന്നായിട്ട് ഉത്സാഹിച്ച് പഠിച്ചോട്ടെ എന്ന് മാതാപിതാക്കളും കരുതി. പക്ഷെ 16 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് പോയപ്പോഴാണ് ഇവൻ പഠിക്കുകയല്ല, പബ്ജി കളിക്കുകയായിരുന്നെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായോ. അതുകൊണ്ട് BGMI ഇന്ത്യൻ വെർഷൻ ആൾക്കാർ ധാരാളം പണം മുടക്കാതെ കളിക്കാം. എങ്കിലും ത്രില്ല് വരുന്നത് പണം മുടക്കി കളിക്കുമ്പോഴാണ്. ആ കളിയിലെ പരസ്പരം തോക്കുണ്ട്, അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നമുക്ക് ഈ ഓൺലൈനിൽ ഇതിനകത്ത് എക്യുപ്മെൻറ്റ്സിന് പൈസ കൊടുത്തെങ്കിലേ വാങ്ങാൻ ഒക്കുള്ളൂ. അങ്ങനെ പൈസ കൊടുക്കുമ്പം ആ എക്യുപ്മെൻറ്റ് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ആ തോക്ക്, കത്തി, വാള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. കൈ കിട്ടില്ല. ഇതെല്ലാം നമുക്ക് മൊബൈലിൽ പർച്ചേസ് ചെയ്തിട്ട് ആ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് യുദ്ധത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു പ്രവണത, അത് തീർച്ചയായിട്ടും മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു കളി തന്നെയാണ്. അതിൽ വ്യാപൃതരായി കഴിഞ്ഞാൽ ആ ത്രില്ലിൽ പെൺകുട്ടികളും ആൺകുട്ടികളും വലിയവരും ഒക്കെ ആ ത്രില്ലിനകത്ത് കയറി ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ ജോലിയുള്ള ചില ട്രഷറി ഉദ്യോഗസ്ഥന്മാർ, ചില പെൺകുട്ടികൾ, ഫൈനാൻസ് കഴിയുന്ന ചില പെൺകുട്ടികൾ, ഇവരൊക്കെ അതിനകത്ത് കയറി ഇറങ്ങി കളിക്കും രസിച്ച്. പക്ഷേ പണം പോകുന്നത് ഒന്നെങ്കിൽ സർക്കാരിൻ്റെ പൈസ പോവും, അല്ലെ ട്രഷറിയിൽ നിന്ന് പൈസ പോവും, അല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ
അവിടുത്തെ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ ആയിരിക്കും പബ്ജി കളിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ പല കമ്പനിക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്ലോബൽ വെർഷന് ഇന്ത്യയിൽ പല അപകടങ്ങളും കുട്ടിക്ക് വന്നുകൊണ്ട് ഗ്ലോബൽ വെർഷൻ നിർത്തി. പക്ഷേ എങ്കിലും ഇന്ത്യൻ വെർഷൻ കളിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. അത് കളിച്ചിട്ടാണ് ഈ കുട്ടികൾ 3 പേര് റെയിൽവേ ട്രാക്കിൽ പോയി ഇരുന്നത്. അവർ ഇയർഫോൺ ഉപയോഗിച്ചിട്ട് ഇത് മൊബൈൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പരിസരം മറക്കുന്നുണ്ട്, ട്രെയിൻ വരുന്ന അറിഞ്ഞില്ല, കണ്ടില്ല. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് കുട്ടികൾ വീട്ടിലും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവർ അവരുടെ മുറി കയറി അടച്ചിരുന്ന് പഠിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. മാതാപിതാക്കൾ വാതിൽ തുറന്നിട്ട് പഠിക്കാൻ പറയണം. അങ്ങനത്തെ ഒരു ശ്രദ്ധയൊന്നും വേണ്ട. അവർ പഠിക്കുന്ന സ്ഥലത്ത് എപ്പോഴും കണ്ണു വേണം. മൊബൈലിൽ കൂടുതൽ സമയം ഇരിക്കുമ്പം തന്നെ മനസ്സിലായിക്കോളും. ലാപ്ടോപ്പിലും കൂടുതൽ സമയം ഇരിക്കുമ്പം ഈ കളിയിൽ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കളിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. കളിയിൽ നിന്ന് അവർ പതുക്കെ പിന്മാറും. അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ എക്സ്പെർട്ട് അറിയാവുന്നവരെ കൊണ്ട് നോക്കിക്കണം. കാരണം അത് നമ്മുടെ പേരൻസിൻ്റെ ബാങ്കിലെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പണം വലിക്കും. അത് നമ്മൾ അറിയില്ല. കളിയിൽ തോറ്റു കഴിഞ്ഞാൽ അടുത്ത കളിയിൽ നമ്മൾ ജയിക്കുമെന്ന് തോന്നിക്കും. വീണ്ടും യുദ്ധത്തിന് നമ്മൾ സമാനമായി ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോൾ കൂടുതൽ പണം പോകും. അങ്ങനെയാണ് പഞ്ചാബിലെ പേരൻസിന് 16 ലക്ഷം രൂപ പോയത്. അതിപ്പോൾ അടുത്ത ദിവസം പോയതാണ്. ഏതായാലും ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കുട്ടികൾക്ക് ഈ അപകടം ഉണ്ടായത്. അവർ പബ്ജി കളിയിൽ വ്യാപൃതരായിരുന്നു, ഇന്ത്യൻ വെർഷൻ. അതുകൊണ്ടാണ് അപകടം ഉണ്ടായി. ട്രെയിൻ വന്നത് അവരറിയാതെ പോയത്, അവർ മരണപ്പെട്ടതും അങ്ങനെയാണ്. 3 കുട്ടികളെ നഷ്ടപ്പെട്ടു. അവിടുത്തെ സബ് ഡിവിഷൻ ഓഫീസറും റെയിൽവേ പോലീസും മറ്റവരും എല്ലാം അവിടെ കാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ അക്കൗണ്ട് തുടങ്ങാൻ ഇത് സഹായിച്ചത് ആര് എന്ന് കണ്ടെത്തണം. മൈനർ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ മേജറായിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ നടപടി എടുക്കുമെന്ന് ഞാൻ കരുതുന്നു.